ലോൺ തട്ടിപ്പിൽ അറസ്റ്റിലായ മലയാളികളുടെ അക്കൗണ്ടുകളിൽ എത്തിയത് 718 കോടി. കോഴിക്കോട് സ്വദേശി സായിദ് മുഹമ്മദ് തട്ടിപ്പ് സംഘത്തിന് നൽകിയത് 289 ബാങ്ക് അക്കൗണ്ടുകൾ. TG വർഗീസ് 190 അക്കൗണ്ടുകളും കൈമാറി. അക്കൗണ്ടുകൾ നൽകിയ വകയിൽ ഇരുവർക്കും 2,70,00,000 കമ്മീഷൻ ലഭിച്ചതും. രേഷ്മ ബാബു വിവരങ്ങളുമായി ചേരുന്നു. രേഷ്മ, നടന്നത് വൻ തട്ടിപ്പ്. അതെ, വൻ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ഓൺലൈൻ ലോൺ ആപ്പ് വഴി കോടികൾ തട്ടിയെടുത്ത കേസിൽ നിലവിൽ 2 മലയാളികളെ കൂടി ED അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇരുവരെയും നിലവിൽ ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് PMLA കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. ഫോർട്ട് കൊച്ചി സ്വദേശിയായിട്ടുള്ള TG വർഗീസ്, അതോടൊപ്പം തന്നെ കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള സെയ്ദ് മുഹമ്മദ്, ഇരുവരുമാണ് ഈ തട്ടിപ്പിൽ പ്രധാനമായിട്ടും ബാങ്ക് അക്കൗണ്ടുകൾ തട്ടിപ്പ് സംഘത്തിന് കൈമാറിയിട്ടുള്ളത് എന്നുള്ളതാണ് ED കണ്ടെത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട വിവരം. അതോടൊപ്പം തന്നെ ഈ തട്ടിപ്പ് തുകയിൽ നിന്ന് 718 കോടി രൂപയാണ് ഈ 2 മലയാളികളുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയതെന്നും EDക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള സെയ്ദ് മുഹമ്മദ് ഈ തട്ടിപ്പ് സംഘത്തിന്, അതായത് തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള തട്ടിപ്പ് സംഘത്തിന് നൽകിയത് 289 ബാങ്ക് അക്കൗണ്ടുകളാണ്. അതോടൊപ്പം തന്നെ TG വർഗീസ് 190 ബാങ്ക് അക്കൗണ്ടുകളും കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ 500ഓളം ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഈ തട്ടിപ്പ് തുക കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിസാധാരണക്കാരായിട്ടുള്ള ആളുകളിൽ നിന്നും അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ കൈവശപ്പെടുത്തി, അവരെ ക്യാൻവാസ് ചെയ്ത് അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ കൈവശപ്പെടുത്തിയതിന് ശേഷം ഈ തട്ടിപ്പ് സംഘത്തിന് കൈമാറുകയായിരുന്നു. ഈ തട്ടിപ്പ് തുകകളൊക്കെ തന്നെ കൈമാറപ്പെട്ടതും ഈ പ്രസ്തുത കൈമാറ്റം ചെയ്യപ്പെട്ട, അതായത് ഈ 500ഓളം ബാങ്ക് അക്കൗണ്ടുകൾ വഴിയാണ്. ഈ ബാങ്ക് അക്കൗണ്ടുകൾ സംഘടിപ്പിച്ചു കൊടുത്ത വകയിൽ കമ്മീഷൻ ഇനത്തിൽ 2,70,00,000 TG വർഗീസിനും അതോടൊപ്പം തന്നെ സെയ്ദ് മുഹമ്മദിനും ലഭിച്ചത്. ഈ കമ്മീഷൻ തുക ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ തുക ഉപയോഗിച്ചുകൊണ്ട് മൈസൂരുവിൽ ഇരുവരും ചേർന്ന് ഒരു റിസോർട്ട് വാങ്ങുകയും ചെയ്തു. 115 കോടി രൂപ ക്രിപ്റ്റോ ഇടപാടുകൾക്കായിട്ട് നിക്ഷേപിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ED കണ്ടെത്തിയിട്ടുള്ള വിവരം. എന്തായാലും ഇരു പ്രതികളെയും നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് PMLA കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. ഇനി റിമാൻഡ് റിപ്പോർട്ട് അടക്കം പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ED തമിഴ്നാട് കാഞ്ചീപുരം സ്വദേശികളായിട്ടുള്ള 4 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ആ 4 പേരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ തട്ടിപ്പ് സംഘത്തിന് അക്കൗണ്ടുകൾ കൈമാറിയ മലയാളികളെ കൂടി ഇന്ന് ED അറസ്റ്റ് ചെയ്തത്. എന്തായാലും മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് പുറത്തു വരുന്നത് എന്നുള്ളതായിരുന്നു നേരത്തെ തന്നെ ED വ്യക്തമാക്കിയത്. 2023 കാലഘട്ടത്തിലാണ് ഈ തട്ടിപ്പ് ആരംഭിച്ചത്. ഒപ്പം തന്നെ ആദ്യം ചെറിയ തുകകൾ വായ്പകളായിട്ട് ഇരകൾക്ക് നൽകും. അതിനുശേഷം പിന്നീട് കുറച്ചുകൂടെ വലിയ തുക നൽകും. അത് പിന്നീട് ഭീഷണിപ്പെടുത്തിയും മറ്റും വൻ തുകകൾ തട്ടിപ്പിലൂടെ പിടിച്ചെടുക്കുകയായിരുന്നു, അല്ലെങ്കിൽ വാങ്ങിച്ചെടുക്കുകയായിരുന്നു ഇവരുടെ ഒരു രീതി. ഈ തട്ടിപ്പിലൂടെ ലഭിക്കുന്ന കോടിക്കണക്കിന് രൂപ വിദേശത്തേക്ക് കടത്തുകയും ചെയ്തിട്ടുണ്ട്. ചൈന, അതോടൊപ്പം തന്നെ US, സിംഗപ്പൂർ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലേക്കാണ് ഈ തട്ടിപ്പ് പണം സംഘം കടത്തിയിട്ടുള്ളത്. 1650 കോടി രൂപയുടെ വലിയ വൻ തട്ടിപ്പ് തന്നെയാണ് ഈ സംഘം നടത്തിയിട്ടുള്ളത്. എന്തായാലും മലയാളികളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ അവർ ബാങ്ക് അക്കൗണ്ടുകൾ കൈമാറുന്ന, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഒരു പങ്കാളിത്തമാണ് ഈ തട്ടിപ്പിൽ നടത്തിയിട്ടുള്ളത്. എന്തായാലും കമ്മീഷൻ ഇനത്തിൽ ലഭിച്ച തുക ഉപയോഗിച്ചുകൊണ്ട് മൈസൂരുവിൽ അടക്കം റിസോർട്ട് വാങ്ങുകയും ക്രിപ്റ്റോ ഇടപാടുകൾക്കായിട്ട് ഈ പണം ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ED കണ്ടെത്തിയിരിക്കുന്നത്.